പൂവിൻ്റെ സോങ്ങിൽ പറയുന്നത് ഈ പൂവിന് എന്ന് പ്രകൃതിയിൽ എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? യെസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇറ്റ് ഹാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹാവ് യു എവർ തോട്ട് ഓഫ് ദിസ്? നിങ്ങളെപ്പോഴും പൂക്കളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാതിരിക്കോ? പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഒരാളുണ്ടാവില്ല. കാരണം ഫ്ലവർ എന്ന് പറയുന്നത് വോയിസ് ഓഫ് നേച്ചറാണ്, പ്രകൃതിയുടെ ശബ്ദം തന്നെയാണ് പൂക്കൾ. ഇമാജിൻ വാട്ട് എ ഫ്ലവർ ക്യാൻ സ്പീക്ക് അബൌട്ട് ഇറ്റ് സെൽഫ് ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ കമ്പയർ പാർട്ട് ഓഫ് നേച്ചർ. ഇനി പൂക്കളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഹു ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോയം എന്ന് ചോദിക്കുമ്പോൾ ഒറ്റയടിക്കണം നമുക്ക് പറയാൻ പറ്റും, എ ഫ്ലവർ. ഫ്ലവർ ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോയം. അപ്പോൾ ഈ പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? ഫ്ലവറാണ് അല്ലേ? ഫ്ലവറാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇത് ആരാ എഴുതിയിരിക്കുന്നത്? പോയറ്റ് ആരാണ്? ഖലീൽ ജിബ്രാൻ. കേട്ടിട്ടുണ്ടോ ഖലീൽ ജിബ്രാനെ കുറിച്ച്? ഒരു ഫേമസ് പോയറ്റാണ്, കൂടാതെ ഫിലോസഫിസ്റ്റായിട്ടാണ്, ചിന്തകനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഖലീൽ ജിബ്രാനെ അറിയപ്പെടുന്നത്. He was born in 1883 and died in 1931. Was a Lebanese artist, poet and writer. അപ്പോൾ ഒരു കവിയും കലാകാരനും അതുപോലെ തന്നെ റൈറ്ററും കൂടിയാണ് ഖലീൽ ജിബ്രാൻ. His work The Prophet was published in 1923 is an example of inspirational fiction including a series of philosophical essays written in poetic English prose. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷണലായിട്ടുള്ള ഒരു ഫിക്ഷൻ, അതായത് ഒരു നോവൽ പോലത്തെ ഒരു പുസ്തകമാണ് ദ പ്രോഫറ്റ് എന്ന് പറയുന്നത്, പ്രവാചകൻ എന്ന് പറയുന്നത്. അതിലൊരുപാട് തത്വചിന്തപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ പ്രോഫറ്റ് എന്നുള്ള പുസ്തകത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഒരു ഇൻസ്പിറേഷൻ, അത് വായിച്ചു കഴിഞ്ഞാൽ തികച്ചും നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും, ഒരു ആവേശം കിട്ടും. കാരണം നമ്മുടെ ആൽക്കെമിസ്റ്റ് പോലെയുള്ള ഒരു പുസ്തകമാണ് പ്രോഫറ്റ്. ആൽക്കെമിസ്റ്റിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോഫറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദിസ് ബുക്ക് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു ഓവർ 24 ലാംഗ്വേജസ്. അതുപോലെ ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് 20 അതർ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മലയാളത്തിലുമുണ്ട് ദ പ്രോഫറ്റ് എന്നുള്ള ബുക്ക്. അത് വായിച്ച് നോക്കണം, നല്ല രസമാണ് വായിക്കാൻ. കാരണം ഒരുപാട് ഫിലോസഫിക്കലായിട്ട് തത്വചിന്തകൾ അതിനകത്തുണ്ട്. നമുക്ക് കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ലൈൻസ്, പോസിറ്റീവ് തോട്ട്സാണ് അതിനകത്ത് അധികം ഉള്ളത്. ഹീ ഈസ് കൺസിഡേർഡ് ആസ് തേർഡ് മോസ്റ്റ് പോപ്പുലർ പോയറ്റ്. പിന്നെ കൂടാതെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് ഏറ്റവും പ്രശസ്തരായ മൂന്നാമത്തെ പോയറ്റുകളായിട്ട്. ആരൊക്കെ? ആഫ്റ്റർ ഷേക്സ്പിയറിൻ്റെയും ലാവോസിയുടെയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖലീൽ ജിബ്രാനാണ് ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ള പോയറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പോയറ്റ് ഈ ഫ്ലവറിലൂടെ നമ്മളോട് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. കാരണം ഫ്ലവർ എന്ന് എപ്പോഴും പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഏത്? പൂക്കൾ എന്ന് പറയുന്നത്. പൂക്കളില്ലാത്ത പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം പൂക്കൾക്ക് അത്രയ്ക്ക് ഭംഗിയാണ് പ്രകൃതിക്ക് അത്ര ഭംഗിയാണ് പൂക്കൾ കൊടുക്കുന്നത്. പ്രകൃതി ഇത്രയും മനോഹരമാക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ ആർക്കാണ്? ഫ്ലവേഴ്സിനാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ആൻഡ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ? ഇപ്പോൾ ലോകത്ത് പ്രപഞ്ചത്തിൽ ഒരുപാട് പലതരത്തിലുള്ള പൂക്കളാണുള്ളത്, പല നിറത്തിലുള്ളത്, പല കളർ, പിന്നെ പല ഈ ഷെയ്പ്പിലുള്ളത്, അതുപോലെ തന്നെ പല സുഗന്ധത്തിലുള്ളത്. അപ്പോൾ പല മണങ്ങളിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഐ ആം എ കൈൻഡ് വേർഡ് അട്ടേർഡ് ആൻഡ് റിപ്പീറ്റഡ് ബൈ ദ വോയിസ് ഓഫ് നേച്ചർ. I am a star fallen from the blue tent upon the green carpet. I am the daughter of the elements, with whom winter conceived, to whom spring gave birth. I was reared in the lap of summer, and I slept in the bed of autumn. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ ഐ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. ഹു ഈസ് ഐ ഹിയർ? ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവറാണ് ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. ഓക്കെ, ഐ ആം എ കൈൻഡ് വേർഡ്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് വേർഡ്, ഒരു പ്രത്യേക വേർഡാണ്. ദാറ്റ് ഈസ് അട്ടേർഡ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നത്, ആൻഡ് റിപ്പീറ്റഡ് ആവർത്തിച്ചുച്ചരിക്കുന്നൊരു വേർഡാണ് ബൈ ദ വോയിസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ശബ്ദത്തിൽ പലതരത്തിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് ഉച്ചരിക്കുന്ന ഒരു ശബ്ദമാണ് ഇത് ഐ ആം, ഞാൻ എന്ന് പറയുന്നത്. ഞാൻ ആരാണ്? ഫ്ലവർ. ഐ ആം എ സ്റ്റാർ, ഞാനൊരു സ്റ്റാറാണ്. ആ സ്റ്റാർ എവിടെ നിന്നാണ് വരുന്നത്? ഫാളൻ ഫ്രം ദ ബ്ലൂ ടെൻറ്റ്. ബ്ലൂ ടെൻറ്റ് എന്ന് പറയുന്നതാണ് നീലക്കൂടാരം എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ബ്ലൂ സ്കൈ. ആകാശത്തെയാണ് ഇവിടെ ബ്ലൂ ടെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആകാശത്തിൽ നിന്നും വീഴുന്ന ഒരു സ്റ്റാറാണ് ഞാൻ, നക്ഷത്രമാണ് ഞാൻ. എവിടേക്കാണ് വീഴുന്നത്? അപ്പോൾ ദ ഗ്രീൻ കാർപ്പറ്റ്, പച്ചപ്പരവതാനിയിലേക്ക് എന്ന് വെച്ചാൽ എർത്ത് അല്ലേ? പച്ച വിരിച്ച പരവതാനി എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഭൂമിയെയാണ്. അപ്പോൾ ആകാശത്തിൽ നിന്നും വീഴുന്ന, എവിടേക്ക് വീഴുന്ന? ഭൂമിയിലേക്ക് വീഴുന്ന ഒരു സ്റ്റാറാണ് ആര്? ഫ്ലവർ. നിങ്ങൾക്കറിയാം, ആകാശം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പൂ വീഴുന്നത് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർ, ഒരു സ്റ്റാറിനെ പോലെ തോന്നില്ലേ? ഐ ആം ദ ഡോട്ടർ ഓഫ് ദ എലമെൻറ്റ്സ്. കൂടാതെ ഞാൻ എലമെൻസുകളുടെ മകളാണെന്ന് പറയുന്നത്. എലമെൻറ്റ്സ് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ്? പഞ്ചഭൂതം 5 ഭൂതങ്ങളുടെ ഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമി എന്നല്ല, ഈ
സർവ്വ സംഭവങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഈ 5 ഭൂതങ്ങളെ കൊണ്ടാണ്. അതായത് ലോകം, എർത്ത്, എയർ, പിന്നെ ഫയർ, അതുപോലെ വാട്ടർ, സ്കൈ. അതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഭൂമി, വായു, തീ, വെള്ളം, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ മകളാണെന്നാണ് പറയുന്നത്. വിത്ത് ഹൂം വിൻ്റർ കൺസീവ്ഡ്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്നും വിൻ്ററാണ് എന്നെ കൺസീവ് ചെയ്യുന്നത്. വിൻ്റർ എന്ന മഞ്ഞുകാലമാണ് എന്നെ ഐ ആം ദ ഡോട്ടർ ഓഫ് ദ എലമെൻറ്റ്സ് വിത്ത് ഹൂം വിൻ്റർ കൺസീവ്ഡ്. അപ്പോൾ അതാണ് ഡോട്ടർ ഓഫ് ദ എലമെൻറ്റ്സ് എന്നാൽ പഞ്ചഭൂതങ്ങളുടെ മകൾ. എലമെൻറ്റ്സ് പറഞ്ഞാൽ ഏതൊക്കെ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞത്? എർത്ത്, അതായത് ഭൂമി. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ 5 ഭൂതങ്ങളാണ് പറഞ്ഞത്. എയർ, അതായത് വായു, ഫയർ, അഗ്നി, അതായത് തീ, വാട്ടർ, അതായത് ജലം, സ്കൈ, ദാറ്റ് ഈസ് ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ലോകം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് നിറഞ്ഞതാണ് സംഭവം. ആ പഞ്ചഭൂതങ്ങളിൽ സ്പ്രിങ്, അതായത് വിൻ്റർ കൺസീവ്ഡ് മീൻസ് ഗർഭം ധരിക്കുക. വിൻ്റർ സീസണാണ് എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നത്. ടു ഹൂം സ്പ്രിങ് ഗേവ് ബർത്ത്. വസന്തകാലത്തിലാണ് എനിക്ക് ജന്മം നൽകുന്നത്. പൂക്കളുണ്ടാവുന്ന, അതായത് വിൻ്റർ സീസണിലാണ് ഞാൻ ബ്ലൂം ചെയ്യുക. ബ്ലൂം എന്ന് പറഞ്ഞാൽ വിരിയുന്നത്, അതായത് മുട്ടിടുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് സീസണിലാണ് ഞാൻ വിരിയുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗേവ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഐ വാസ് റീഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. ഈ വേനൽക്കാലത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. റിവേഡ് മീൻസ് വളരുന്നത്. ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ശരത്കാലമാകുമ്പോഴേക്കും ശരത്കാലത്തിൻ്റെ ബെഡിലാണ് ഞാൻ കിടന്നിറങ്ങുന്നത് എന്നാണ് പറയുന്നത്. വിൻ്റർ സീസണിൽ അത് മുട്ടിടുന്നു. അങ്ങനെ സ്പ്രിംഗ് ആകുമ്പോഴേക്കും ഞാനത് വിരിയുന്നു. ദെൻ സമ്മർ സീസണിൻ്റെ മടിത്തട്ടിൽ ഞാൻ വളരുന്നു. അതുപോലെ തന്നെ ശരത് സീസൺ ആകുമ്പോൾ ശരത്കാലത്തിൻ്റെ ബെഡിൽ കിടക്കയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 4 സീസണിലും ഫ്ലവേഴ്സിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാൻസ പറയുന്നത് തന്നെയാണ് എന്താണ് ഇത്? ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ ഓരോരോ വളർച്ചാ ഘട്ടങ്ങളാണ്. വിൻ്റർ, സ്പ്രിങ്, അതുപോലെ തന്നെ സമ്മർ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടില്ലേ? ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? പോയത്തിലെ സ്പീക്കർ ആരാണ്? ഫ്ലവർ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ എക്സ്പ്രഷൻസ് ബ്ലൂ ടെൻറ്റ് ആൻഡ് ഗ്രീൻ കാർപ്പറ്റ് റെഫർ ടു? ബ്ലൂ ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സ്കൈ അല്ലേ? അതുപോലെ തന്നെ ഗ്രീൻ കാർപ്പറ്റ് എന്നുള്ളത് റെഫർ ചെയ്യുന്ന എന്തിനെയാണ്? എർത്തിനെയാണ്. എർത്ത് ഈസ് കവേർഡ് വിത്ത് ഗ്രീനിഷ്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഗ്രീനിഷിനെയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് പറയാം ഫോർ ദ സ്കൈ ദ പോയറ്റ് യൂസസ് മെറ്റഫറാണ്. ഇവിടെ ബ്ലൂ ടെൻറ്റ് എന്ന് പറയുന്നത് മെറ്റഫറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീല ടെൻറ്റ് പോലെയുള്ള ആകാശത്തെ ഉപമിച്ചിരിക്കുകയാണ്. അതുപോലത്തെ ഗ്രീൻ കാർപ്പറ്റ് ഈസ് ദ ഗ്രീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഓൺ ദ എർത്ത്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ഭൂമിയിൽ വളരുന്നത് കാരണമാണ് അതങ്ങനെ പറയുന്നത്. ഹൗ ആർ ദ സീസൺസ് റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് ദ ഫ്ലവർ? ഇനി ഡിഫറെൻറ്റ് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? 4 സീസണാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ റോൾ ഇൻ ദ ലൈഫ് ഓഫ് ദ ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ ജീവിതത്തിൻ്റെ റോളിലെ 4 കാലഘട്ടങ്ങൾ. വിൻ്റർ കൺസീവ് പറഞ്ഞാൽ ഗർഭം ചുമക്കുക കേട്ടോ. സ്പ്രിങ് ഗീവ്സ് ബർത്ത് ടു ഇറ്റ്. അതിൽ സമ്മറിലാണെങ്കിൽ റിയേഴ്സ് ഇറ്റ് ആൻഡ് ഇറ്റ് ഡൈസ് ഇൻ ദ ഓട്ടം സീസണിലാവുമ്പോഴേക്കും അത് മരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റാൻസിൽ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ എത്ര ലൈൻസാണ് ഉള്ളത്? ഒരു 2, 4, 6, 8, 9 ലൈൻസാണുള്ളത്. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസിലാകെ 4 ലൈനേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു അൺഈവൻ സ്റ്റാൻസ് 4 അപ്പുറത്തുണ്ടാവും, 7 ലൈനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ലൈൻസാണ് ഈ ഓരോ സ്റ്റാൻസയിലുള്ളത്. അപ്പോൾ ഇത് അൺഈവൻ സ്റ്റാൻസ ഓഫ് ദ പോയമാണ്. പോയത്തിൻ്റെ പ്രത്യേകത അൺഈവൻ സ്റ്റാൻസയാണ്, റെഗുലർ പാറ്റേൺ അല്ല അതിനുള്ളത്. ഇനി അറ്റ് ഡോൺ മീൻസ് മോർണിംഗ്. പ്രഭാതത്തിൽ ഐ യുണൈറ്റ് വിത്ത് എ ബ്രീസ് ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. ശരിക്കും ഉണരുന്നത് ആ മന്ദമാരുതൻ്റെ ഇതോടുകൂടിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു അനൗൺസ്, ഞാൻ അനൗൺസ് ചെയ്യുന്നു, എല്ലാവരെയും വിവരം അറിയിക്കുന്നു പ്രകാശത്തിൻ്റെ വരവിനെ. അറ്റ് ഈവൻറ്റൈഡ് ഈവനിങ് ആണ് കേട്ടോ. ഐ ജോയിൻ ദ റിബേർഡ്സ്. ആരുമായിട്ട് കൂട്ടുകൂടുക? ബേഡ്സുമായിട്ട് ചേരുന്നു. ഇൻ ബിഡിങ് ദ ലൈറ്റ് ഫെയർവെൽ. അപ്പോൾ അവിടെ ലൈറ്റ് ഫെയർവെൽ, പ്രകാശത്തിൻ്റെ യാത്രാമൊഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡോണും ഡെസ്കും, അതായത് പ്രഭാതവും അതുപോലെ തന്നെ പ്രദോഷവും, വൈകുന്നേരവും രാവിലെയും ഉദ്ദേശിക്കുന്നത് കമ്മിങ് ഓഫ് ലൈറ്റ്. മോർണിംഗിൽ കമ്മിങ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വെളിച്ചവും. ബേഡ്സ് ആണെങ്കിലോ വൈകുന്നേരമാണെങ്കിൽ ബേഡ്സ് ഫെയർവെൽ ടു ഇറ്റ്, ബേഡ്സുമായി യോജിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ബേഡ്സുമായി കൂടിയിട്ട് അത്
പ്രകാശത്തിനെ ഫെയർവെൽ കൊടുക്കുകയാണ്, യാത്രാമൊഴി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആ മന്ദമാരുതിൻ്റെ വരവോട് കൂടി തന്നെ ഇതിൻ്റെ പ്രകാശത്തെ അറിയിച്ചു കൊടുക്കും. കാരണം പൂവിങ്ങനെ വിരിയുന്ന സമയമാണ് മോർണിംഗിൽ അല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കിനും എന്ത് ചെയ്യുന്നു, പൂവ് ഏകദേശം വാടിത്തുടങ്ങുന്നു. ഇനി നെക്സ്റ്റ് പൂവിൻ്റെ റോൾ എന്തൊക്കെയാണ് പറയുന്നത്? രണ്ടാമത്തെ സ്റ്റാൻസയിൽ ശരിക്കും പറയുന്നത് എന്താണ്? ഡ്യൂട്ടി ഓഫ് ഫ്ലവറാണ്. ഈ ഫ്ലവറിൻ്റെ ഓരോ ചുമതലകൾ. ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത്, ഈ സമതലങ്ങൾ മുഴുവനും അലങ്കരിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടാണ്. മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ്, എൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കളേഴ്സ് കൊണ്ടാണ്. ആൻഡ് ദ എയർ ഈസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്, ഈ വായു മുഴുവൻ നിറച്ചിരിക്കുന്നത് എൻ്റെ സുഗന്ധം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ സുഗന്ധം നിറഞ്ഞതാണ് ഈ എർത്ത് എന്ന് തന്നെ പറയാം. ഭൂമി ശരിക്കും എൻ്റെ സുഗന്ധം നിറഞ്ഞതാണ്, ഞാൻ ആ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടതുമാണ് അല്ലേ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായല്ലോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഫ്ലവർ മേക്ക് ദ വേൾഡ് ബ്യൂട്ടിഫുൾ? എങ്ങനെയാണ് ഈ ഫ്ലവറിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്? എങ്ങനെയാണ്? ഇറ്റ് ഡെക്കറേറ്റ്സ് ദ പ്ലെയിൻ വിത്ത് ദ ബ്യൂട്ടിഫുൾ കളേഴ്സ്, നല്ല മനോഹരമായിട്ടുള്ള കളർ കൊണ്ട് ഇതിന് ഡെക്കറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫിൽസ് ദ എയർ വിത്ത് ഫ്രാഗ്രൻസ്, നല്ല മനോഹരമായ സുഗന്ധം കൊണ്ട് ഇതിനെ മണപ്പിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, എയർ മണപ്പിക്കുന്ന സുഗന്ധം. അതൊക്കെ അതിനൊക്കെ ഏതിൻ്റെ റോളാണുള്ളത്? ഫ്ലവറിൻ്റെ റോളാണുള്ളത്. ഇനി ബാക്കിയുള്ള 3 സ്റ്റാൻസയും കൂടെ നോക്കാം. അടുത്ത സ്റ്റാൻസയിൽ 4 ലൈനേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റാൻസയിലോ 3 ലൈനുള്ളൂ. അപ്പോൾ അത് അൺഈവൻ സ്റ്റാൻസയാണ്, ഒരു റെഗുലർ പാറ്റേണിക് സ്റ്റാൻസയല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റാൻസ നോക്കാം. ആസ് ഐ എംബ്രൈസ് സ്ലംബർ ദ ഐസ് ഓഫ് നൈറ്റ് വാച്ച് ഓവർ മീ, ആൻഡ് ആസ് ഐ അവേക്കൺ ഐ സ്റ്റെയർ ദ സൺ വിച്ച് ഈസ് ദ ഓൺലി ഐ ഓഫ് ദ ഡേ. ആസ് ഐ എംബ്രൈസ്, ഞാൻ ആലിംഗനം ചെയ്യുന്നു. എംബ്രൈസ് എന്ന് പറഞ്ഞതാണ് സ്ലംബർ, ഉറക്കം, പാതിമയക്കത്തിൽ. ഐസ് ഓഫ് ദ നൈറ്റ്, രാത്രിയുടെ ആ ഒരു കണ്ണുകൾ എന്നെ വാച്ച് ഓവർ മീ, ഞാനിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരെയാണ്. അതുപോലെ തന്നെ ആസ് എവേക്കൺ ഐ സ്റ്റെയർ അറ്റ് ദ സൺ, ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അതാരെയാണ്? വിച്ച് ഈസ് ദ ഓൺലി ഐ ഓഫ് ദ ഡേ, അതായത് പകലിൻ്റെ ഒരേ ഒരു കണ്ണിനെ. ദാറ്റ് ഈസ് ഏതാണ് പകലിൻ്റെ ഒരേ ഒരു കണ്ണ്? സൂര്യനെ. രാത്രി സ്ലംബർ ഓഫ് ദ ഐസ് ഓഫ് ദ നൈറ്റ്, രാത്രിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റാർസിനെയാണ്. അപ്പോൾ രാത്രി ഞാൻ സ്റ്റാർസിനെ നോക്കി നിൽക്കുന്നു, അതുപോലെ തന്നെ പകലാണെങ്കിലോ ഞാൻ ആരെയാണ് നോക്കുന്നത്? സൂര്യനെയും നോക്കി നിൽക്കുന്നു. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. രാത്രി ഞാൻ ആകാശത്തേക്ക് നോക്കി നിൽക്കും, അവിടെ ഒരുപാട് ഐസ് ഓഫ് ദ നൈറ്റ് ഉണ്ട്, രാത്രിയുടെ കണ്ണുകളുണ്ട്, ദാറ്റ് ഈസ് സ്റ്റാർസ് അല്ലേ. അതുപോലെ തന്നെ സ്റ്റെയർ അറ്റ് ദ സൺ, സൂര്യനെ നോക്കുന്നു, അതാണ് പകലിൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? രാത്രിയുടെ കണ്ണ് സ്റ്റാർസിനെയും, അതുപോലെ തന്നെ പകലിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ സൂര്യനെയും. പകൽ സൂര്യനെ നോക്കി നിൽക്കുന്നു, രാത്രി ആകുമ്പോൾ സ്റ്റാർസിനെ നോക്കി നിൽക്കുന്നു. ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ, കൂടാതെ ഞാൻ വൈന് വേണ്ടി കുടിക്കുന്ന ഡ്യൂ ആണ്. ഡ്യൂ എന്ന് പറഞ്ഞാൽ മഞ്ഞുത്തുള്ളികളാണ് എൻ്റെ വൈന്. ആൻഡ് ഹാർക്കൺ ടു ദ വോയിസ് ഓഫ് ബേർഡ്സ്, അതുപോലെ തന്നെ പക്ഷികളുടെ സൗണ്ട് ഞാൻ കേൾക്കുന്നു. ആൻഡ് ഡാൻസ് ദ റിതമിക് സ്വയിങ് ഓഫ് ഗ്രാസ്, പുല്ലിനനുസരിച്ച്, പുല്ല് ആടുന്നതിനനുസരിച്ച് ഞാൻ താളമിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ചെടികൾ ഇങ്ങനെ ആടുന്നതനുസരിച്ച് പൂക്കളും എന്ത് ചെയ്യുന്നു? ആടുന്നു. അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരുന്നത്? വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ഐസ് ഓഫ് ദ ഡേ? ഐ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് ഏതിനെയാണ്? സണ്ണിനെയാണ്, സൂര്യനെയാണ് പകലിൻ്റെ കണ്ണ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഡ്യൂ ആണത് വൈനായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് മഞ്ഞുതുള്ളികളാണത് കുടിക്കുന്നത്. ഹാർക്കൺ ദ വോയിസ് ഓഫ് ദ ബേർഡ്സ്, പക്ഷികളുടെ പാട്ട് ഞാൻ കേട്ട് ആസ്വദിക്കാറുണ്ട്. അതുപോലെ തന്നെ കാറ്റിൻ്റെ ആ കാറ്റിൽ പുല്ലാടുന്നതിനനുസരിച്ച് ഞാനും അവയ്ക്കൊപ്പം ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാറ്റിലിങ്ങനെ ചെടി ഇളകുമ്പോൾ എന്ത് സംഭവിക്കും? പൂക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വേ ചെയ്യില്ലേ? സ്വേ എന്ന് പറഞ്ഞാൽ മൂവ് ഫ്രം സൈഡ് ടു സൈഡ്, 2 സൈഡിലേക്കും വീശുക. ഇനി നെക്സ്റ്റ് പൂവിൻ്റെ റോൾസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഐ ആം ദ ലവേഴ്സ് ഓഫ് ഗിഫ്റ്റ്, ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. ലവേഴ്സ് ഗിഫ്റ്റ്, ഞാൻ സ്നേഹിക്കുന്നവരുടെ ഗിഫ്റ്റാണ്. കാരണം സ്നേഹിക്കുന്നവർ തമ്മിൽ പരസ്പരം കൈമാറുന്നത് എന്തുകൊണ്ടാണ്? പൂക്കൾ വെച്ചിട്ടാണ് അല്ലേ. ഐ ആം ദ വെഡ്ഡിങ് റീത്ത്, കൂടാതെ കല്യാണങ്ങൾക്ക് ഞാൻ റീത്ത് ആവാം. റീത്തിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. എങ്ങനെയാണ് റീത്തിൻ്റെ സ്പെല്ലിംഗ് എഴുതിയിരിക്കുന്നത്? WREATH ഉണ്ടോ? റീത്ത്. അപ്പോൾ വെഡ്ഡിങ് റീത്തായിട്ട്, വെഡ്ഡിങ് മാലയായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം വെഡ്ഡിങ് ഹാരമായിട്ട്, അങ്ങനെ ഹാരം എന്ന് ഉപയോഗിക്കാം കേട്ടോ. കല്യാണങ്ങൾക്ക് ഹാരമായിട്ട് ഉപയോഗിക്കുന്നു, ലവേഴ്സിൻ്റെ ഗിഫ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ഹാപ്പി മൊമെൻറ്റിൽ എന്നെ ഉപയോഗിക്കാറുണ്ട്. സന്തോഷം വരുമ്പോൾ ഞാൻ എന്നെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഐ ആം ദ മെമ്മറി ഓഫ് മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്, അതായത് സന്തോഷത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന അവസരങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. ഐ ആം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ദ ലിവിങ് ബെഡ്, അതുപോലെ തന്നെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഏറ്റവും അവസാനത്തെ സമ്മാനമായിട്ടും എന്നെ ഉപയോഗിക്കുന്നു. അതെപ്പോഴാണ്? ഐ ആം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. അതായത് റീത്ത് വെക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ റീത്തിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്?
ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡെഡ് പേഴ്സൺ അല്ലേ, ഡെഡ് പേഴ്സൺ മരിച്ചു കിടക്കുന്നവരുടെ ശരീരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നത് പൂവല്ലേ, പൂ കൊണ്ടുണ്ടാക്കുന്ന റീത്താണ്. അപ്പോൾ ഇവിടെ രണ്ടും പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത അതാണ്, ഫ്ലവർ ഈസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ. ദുഃഖത്തിൻ്റെ പാർട്ടിൽ ഭാഗമായിട്ടും സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടും ഈ പൂക്കളെ നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് അവിടെ 7th ക്വസ്റ്റ്യനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ 7th ക്വസ്റ്റ്യൻ? ഹൗ ഡസ് ദ ഫ്ലവർ ബിക്കം എ പാർട്ട് ഓഫ് ജോയ് ആൻഡ് സോറോ? എങ്ങനെയാണ് പാർട്ട് ഓഫ് ജോയ് ആൻഡ് സോറോ ഫ്ലവറിനെ ഉപയോഗിക്കുന്നത്? ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് വെഡ്ഡിങ് ആൻഡ് ഫ്യൂണറൽ അല്ലേ. ഒന്നാമത്തെ ഫ്യൂണറലും അതായത് ശവസംസ്കാര ചടങ്ങിലും നമ്മൾ പൂക്കൾ ഉപയോഗിക്കുന്നത് സോറോ ആണ്. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിലും ലവേഴ്സിൻ്റെ ഗിഫ്റ്റിലും നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഹാപ്പിനെസ്സിൻ്റെ അല്ലെങ്കിൽ ജോയിയുടെയാണ്, ബോത്ത് ജോയ് ആൻഡ് സോറോ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സംഭവങ്ങളും ജോയ്ക്കും അല്ലെങ്കിൽ സോറോയ്ക്കും നമ്മൾ ഫ്ലവർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, why does the flower consider itself as the last gift of the living to the dead? ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അതായത് മരണത്തിലേക്ക് പോകുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന അവസാനത്തെ സമ്മാനമാണ് ഫ്ലവർ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വെൻ പീപ്പിൾ ഡൈ അഥവാ പീപ്പിൾ മരിക്കുമ്പോൾ ഗീവ് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ടു ദ ഡെഡ്, അല്ലെങ്കിൽ ഗീവ് ബൊക്കെ റീത്ത് അല്ലേ, റീത്ത് ഫ്ലവേഴ്സ് റീത്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതാണ് അവസാനം ജീവിച്ചിരിക്കുന്നവർക്ക് അവസാനമായി കൊടുക്കുന്ന നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത്. മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ വെക്കുന്ന ആ റീത്താണ്. അതും എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഫ്ലവർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസ ആൻഡ് മെസ്സേജ് ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ മെസ്സേജാണ് പറയുന്നത്, ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ ടു സീ ഓൺലി ദ ലൈറ്റ്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലും എന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും എങ്ങനെയാണ്, എവിടേക്കാണ് നോക്കുന്നത്? ഹൈറ്റിലേക്കാണ്, അതായത് ഉയരത്തിലേക്ക് മാത്രമേ നോക്കുന്നു. ഓൺലി ദ ലൈറ്റ്, ഉയരത്തിലാണ് പ്രകാശമുള്ളത്. അപ്പോൾ പ്രകാശത്തിലേക്ക് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഐ നെവർ ലുക്ക് ഡൗൺ, ഒരിക്കലും താഴത്തേക്ക് ഞാൻ നോക്കുന്നില്ല. ടു സീ മൈ ഷാഡോ, താഴെ എന്താ കാണുന്നത്? നിഴലാണ്. അപ്പം നിഴലിലേക്ക് ഞാൻ നോക്കുന്നില്ല. ഇവിടെ നിഴൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ദുഃഖത്തെയാണ്. അപ്പോൾ ദുഃഖത്തിലേക്ക് ഞാൻ ഒരിക്കലും നോക്കാറില്ല, പകരം എന്തിലേക്കാണ് നോക്കാറുള്ളൂ? ലൈറ്റിലേക്കാണ് നോക്കാറുള്ളൂ. ദാറ്റ് ഈസ് ഹാപ്പിനെസ്, സന്തോഷത്തിലേക്കേ ഞാൻ നോക്കാറുള്ളൂ. ദിസ് ഈസ് വിസ്ഡം വിച്ച് മാൻ മസ്റ്റ് ലേൺ. ഈ ഒരു വിവേകമാണ് മനുഷ്യൻ എന്നിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതാണ് വി ഹാവ് സംതിങ് ടു ലേൺ ഫ്രം ദ പോയം, ദാറ്റ് ഈസ് ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ പോയത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ, ഖലീൽ ജിബ്രാൻ്റെ അഭിപ്രായത്തിൽ പോയത്തിൽ നിന്നും പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞതാണ്, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ദുഃഖത്തിലേക്ക് നോക്കരുത്. മാൻ ഈസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദിയർ മിസറീസ് ആൻഡ് സാഡ്നെസ്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ദുഃഖം വന്നാൽ മതി, അപ്പോൾ നേരത്തെ ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങളും വരാനിരിക്കുന്ന സന്തോഷങ്ങളും കംപ്ലീറ്റ് നമ്മൾ മറക്കും. എന്നിട്ട് പിന്നെ ഏതിലേക്കാണ് നോക്കുക? ദുഃഖത്തിലേക്ക് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ അല്ലേ? അങ്ങനെയല്ല ഫ്ലവർ. പകരം എന്താണ്? ഫ്ലവർ എങ്ങനെയാണ്? ഒരു നിമിഷത്തെ സന്തോഷം മാത്രമേ ഫ്ലവറിന് ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഫ്ലവർ എപ്പോഴും വീണ് കടന്നാൽ പോലും ഫ്ലവർ മേലേക്കാണ് നോക്കുക, താഴത്തേക്ക് നോക്കില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, എപ്പോഴും ലൈറ്റിലേക്ക് അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് മാത്രമേ നോക്കുള്ളൂ. ഒരിക്കലും ഇരുട്ടിലേക്കോ നിഴലിലേക്കോ പൂവ് നോക്കാറില്ല. അതാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. നമ്മൾ ഒരിക്കലും ദുഃഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ആലോചിക്കാതെ സന്തോഷത്തിൽ മാത്രം ആലോചിക്കുക, സന്തോഷം മാത്രം കണ്ടെത്തുക, അതിൽ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുക. അതാണ് ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വാട്ട് അക്കോർഡിംഗ് ടു ദ ഫ്ലവർ ഈസ് ദ വിസ്ഡം ദാറ്റ് മെൻ ഷുഡ് ലേൺ. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കേണ്ട വിവേകം എന്താണ്? ഫ്ലവറിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട വിവേകം എന്താണ്? അപ്പോൾ ഈ പോയം അവസാനിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഫിലോസഫിക് നോട്ട് കൊണ്ടാണ് അല്ലേ? തത്വശാസ്ത്രപരമായിട്ടുള്ള തത്വചിന്ത കൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ദ ഫ്ലവർ ഈസ് ഒപ്റ്റിമിസ്റ്റിക്, ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. ഇറ്റ് ലവ്സ് ടു ലുക്ക് അപ്പ് ഹൈ, എവിടേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നത്? ഹൈറ്റിലേക്ക്. ടു സീ ഓൺലി ദ ലൈറ്റ് ആൻഡ് നെവർ ലുക്സ് ഡൗൺ ടു സീ ദ ഷാഡോ, ഒരിക്കലും നിഴലിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നില്ല, പകരം പ്രകാശത്തിലേക്ക് നോക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദിസ് ഈസ് ദ വിസ്ഡം ദാറ്റ് മെൻ മസ്റ്റ് ലേൺ ഫ്രം ദ ഫ്ലവർ. ഈ ഒരു വിജ്ഞാനം അതല്ലെങ്കിൽ ഈ ഒരു വിവേകമാണ് നമ്മൾ പൂവിൽ നിന്നും പഠിക്കേണ്ടത്. സോങ് മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പോയത്തിൻ്റെ മീനിങ് ഞാൻ വിട്ടുതരാം, അത് എഴുതിയെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യത്തെ സ്റ്റാൻസിൽ പോയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ടാമത്തെ സ്റ്റാൻസിൽ പോയത്തിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നത്. ആദ്യത്തെ സ്റ്റാൻസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫ്ലവറാണ് അല്ലേ, പൂക്കളുടെ ഡിഫറെൻറ്റ് വളർച്ചാഘട്ടങ്ങൾ. രണ്ടാമത്തേൽ ഡ്യൂട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റാൻസ. മൂന്നാമത്തെ സ്റ്റാൻസയിൽ ഫ്ലവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ സ്ലീപ്പിംഗ് ആൻഡ് വെയ്ക്കനിങ് ഓഫ് ദ ഫ്ലവറിനെ കുറിച്ച് പറയുന്നു. അഞ്ചാമത്തെ സ്റ്റാൻസയിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, ഫ്ലവറിൻ്റെ പാർട്ട്, സന്തോഷത്തിലും ദുഃഖത്തിലും ഫ്ലവർ ചെയ്യുന്ന റോളാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ മെസ്സേജ് ഓഫ് ദ പോയം.
അതായത് ഫ്ലവർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഒന്ന് വായിച്ച് നോക്കുക നന്നായിട്ട്. ഓക്കെ, താങ്ക് യു.